അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. അന്നേരം തന്നെ പോവുക കേട്ടോ. അന്നേരം തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിൽക്കാൻ വേണ്ടി പറ്റിയുള്ളൂ. ഇച്ചാന് ഹോസ്പിറ്റലിൽ തൊടുപുഴയിലൊന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ തൊടുപുഴയ്ക്കാണ് ഇവിടുന്ന് പോകുന്നത്. നാളെ രാവിലെ 8 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു സംഭവം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. അത് ചെയ്തിട്ട് പോവുകയാണ് അല്ലേ അമ്മി? അപ്പം ഇനി അടുത്ത ദിവസം എന്തായാലും വരും, വൈകാതെ തന്നെ, ഒരു 6 മാസത്തിനുള്ളിൽ. അപ്പം മമ്മി പോവുക കേട്ടോ. ആയിക്കോട്ടെ. ഒരു ദിവസം നിന്നു, മമ്മീൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റി, സന്തോഷമായി. തിരിച്ചു പോവുകയാണ്. പിന്നെ 2 പേരെയും കൊണ്ട് മാനേജ് ചെയ്യാനും എല്ലാവരും ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അവിടെ. അപ്പം എന്തായാലും പോവുകയാണേ കേട്ടോ. എൻ്റെ ബസ് 3:15 പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ചു. അതുകൊണ്ട് തന്നെ അനിയൻ അടിവാരം വരെ എന്നെ കൊണ്ടുവിടുവാണ്. എൻ്റെ ഫോണിലാണ് തീരെ ചാർജില്ല, ആകെ 10% ചാർജേ ഉള്ളൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ രാത്രിയാണ്, അതായത് അവൾ പോയിട്ട് 2ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഒരു ചെറിയ യാത്രയാണ്, തൊടുപുഴ വരെ പോവാണ്. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ട് തൊടുപുഴ ചെന്ന് ഞാൻ കൂട്ടിയിട്ട് നാളെ ഞങ്ങൾക്കൊരു വലിയ പരിപാടിയുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ പറയാം. എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ തൊടുപുഴ ആയിരിക്കും. കൊച്ചുങ്ങൾ 2 പേരും വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ 2 ദിവസം അവരെയും കൊണ്ട് കുറച്ച് പാടായിരുന്നു. എന്നാലും അവരുള്ളതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി. വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അമ്മയെ കാണാത്തതിൻ്റെ എല്ലാ വിഷമങ്ങളും അവർക്കും ഉണ്ട്. എന്നാൽ വലിയ വിഷമമൊന്നുമല്ല കേട്ടോ. ചെറിയ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ അമ്മ അന്ന് അന്വേഷിക്കും, അല്ലാത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. രാത്രിയിലൊക്കെ ആണെങ്കിലും ഇന്നലെ എൻ്റെ അടുത്ത് കിടന്നുറങ്ങി. നല്ല വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയെങ്കിലും എന്തായാലും ഇപ്പോൾ പോയിട്ട് ഞാൻ അവളെ കൂട്ടിട്ട്, ഇവിടുന്ന് 70 കിലോമീറ്റർ ഉണ്ട് തൊടുപുഴയ്ക്ക്. അപ്പോൾ ഞാൻ പോകുന്ന വഴി കാട്ടിക്കൂടെയുള്ള വഴിയാണ്. അപ്പോൾ അതിന് 85 കിലോമീറ്ററെങ്കിലും കാണും തൊടുപുഴയ്ക്ക്. അവളവിടെ 9:30 ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 7:20 ഒരു 2 മണിക്കൂർ കഷ്ടിയേ ഉള്ളൂ. 2.5 മണിക്കൂർ മിച്ചം വേണ്ടതാണ് ചെല്ലാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം സ്പീഡിൽ ചെല്ലിട്ട്. അവിടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. കൊണ്ട് വിളിച്ചാലും കിട്ടത്തില്ല. ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, കോഴിക്കോട് നിന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഫോൺ സ്വിച്ച് ഓഫ് ആകാൻ പോവാണ്. ആദ്യം ഒരു വണ്ടിക്ക് അവൾ ടിക്കറ്റ് എടുത്ത വണ്ടിയൊക്കെ മിസ്സായിട്ട് വേറൊരു വണ്ടിക്കാണ് വരുന്നത്. അത് കയറി ഇറങ്ങിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെ എത്തിയെന്നോ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയേക്കാണ്. അപ്പോൾ അവിടെ 9:30 ആകുമ്പോൾ അവിടെ വരും, ബസ് സ്റ്റാൻഡിലെത്തും, തൊടുപുഴ ബസ് സ്റ്റാൻഡിലെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എങ്ങനെയാലും എവിടെ നിന്നാലും ആരുടെയും ഫോൺ മേടിച്ച് വിളിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, ഇനി ഇടയ്ക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ തോപ്പാടി പള്ളിക്ക് എന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ബൈ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ തൊടുപുഴയാണ്. തൊടുപുഴ KSRTC സ്റ്റാൻഡിലാണ് വന്നിരിക്കുന്നത്. സമയം 9:30 കഴിഞ്ഞു. ഇപ്പോൾ അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്കമാലിയിൽ എത്തിയതേ ഉള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9:30 ആകുമ്പോൾ തൊടുപുഴ വരുന്നതിനോട് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു വരത്തില്ലെന്ന്. അങ്കമാലിയിൽ നിന്ന് അടുത്ത ബസ് കയറിയിട്ടുണ്ട്. സ്റ്റാൻഡിൽ എവിടെയാണ് കൊണ്ട് കുത്തിയിട്ടിട്ട് 90% കണ്ട് ജാഗ്രതയുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ബസ് കയറിയിട്ടേ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് വരത്തില്ല, ഒരു 1.5 മണിക്കൂർ കൊണ്ട് വരുള്ളൂ എന്ന് എനിക്കറിയാം. ഞാനൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമെന്ന് വിശ്വസിക്കുന്നു. KSRTC തന്നെ കയറിയേക്കാം. അതുകൊണ്ട് ഇനി KSRTC സ്റ്റാൻഡിൽ തന്നെ കാത്തു നിന്നാൽ മതി. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. 9:15 വന്നതാണ് ഗീസ്. ഇപ്പം സമയം നോക്കി 11:17. ഇതുവരെ എത്തിയിട്ടില്ല. എനിക്കറിയാം ഒരു 11:30 എത്തുമായിരുന്നു. അപ്പോഴേ പറഞ്ഞാ വരാൻ താമസിക്കാം. നമുക്ക് നോക്കാം. 11:15 കഴിയാതെ ഒരു കാരണവശാലും വരുമായിരുന്നു ഉറപ്പാണ്. 11:15 കഴിയുമ്പോൾ വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാവേ, സമയവും കാണിക്കാവേ. ഉറക്കം പരിപാടി ഗീസ്. രാവിലെ ഒരു അടിപൊളി പരിപാടി ഉള്ളതായിരുന്നു. എന്താ ചെയ്യാ? ഇനി എവിടെയാണ് ഈ തുറന്നത്? ടാങ്ക് ഡിക്കിലോട്ട് അങ്ങനെ ദാ വന്നിരിക്കുന്നു. അയ്യോ, അവങ്ങളുടെ സാധനം ഉണ്ടല്ലോ, ആ സൈഡിലേക്ക് ഒതുക്കിയിട്ട് വെക്കാൻ പറ്റുമോ നിന്റെ ബാഗ്? അതൊക്കെ ഉണ്ട്. വെക്കാവോ? ഇവിടെ ഷർട്ടൊക്കെ ഇരിക്കുക, അതുകൊണ്ട് ചുളുങ്ങും അല്ലെങ്കിൽ. സമയം എത്ര നോക്കി? 11:15. ഇതല്ലടി 9:30 ആകുമ്പോ നീ ഇവിടെ വരുമെന്ന് പറഞ്ഞേ.
വല്ല കഴിച്ചു ഞാൻ. ഒന്നും കഴിച്ചില്ലായിരിക്കും. ആ 9:30 ആവുമ്പോ ഇവിടെ വരുമെന്ന് പറഞ്ഞവള് വന്നത് 11:20 അല്ലേ? നീ വല്ലാതെ പോസ്റ്റ് എനിക്ക് തന്നെ. അതിനെ പറ്റി കണ്ട 11:30 സമയം. ഉച്ചക്ക് ചോറ് പോലും നിന്നില്ല. ഉണ്ണരുത്. അമ്മയും കിട്ടിയില്ലെന്നേ. എന്നാ പറ്റി നാളെ വന്നപ്പോ വരുന്നോ? തിരക്ക് പിടിച്ച് ചോറിന്റെ കാര്യമില്ലായിരുന്നു. മതിയായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു നാളെ പകല് പോന്നാ മതി. പകലല്ല, ഈ സമയത്ത് ഇറങ്ങണം. ഈ സമയത്ത് ഇറങ്ങിയാലും നേരം വിളിക്കുമ്പോ പയ്യെ ഇരുന്ന് സമാധാനമായിട്ട് വരായിരുന്നു. എനിക്ക് സുഖമായിട്ട് കിടന്നു. എനിക്ക് സുഖമായിട്ട് ഉറങ്ങായിരുന്നു. അല്ല ഞാൻ എവിടെ വരുമ്പോ കിടക്കുന്നേ. എന്തായാലും സംഭവിച്ചു പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. പോയേക്കാം അല്ലേ? ഭക്ഷണം കഴിക്കാം ആദ്യം. നോക്കാം, അറിയില്ല. നോക്കട്ടെ, നോക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഒരു തട്ടുകട കണ്ടു. താണ്ടേ ഒരു തട്ടുകട. തട്ടുകടയിൽ സാധനം മേടിക്കാൻ വേണ്ടി ബൈക്കിൽ ഹെൽമെറ്റ് കാരണം കാണത്തില്ല, അതിന്റെ പുറകിലുണ്ട്. അറിയത്തില്ല, എന്തായാലും അപ്പമായിരിക്കും മേടിക്കുക, അല്ലെ ദോശ. കാണുന്നില്ല. എന്നാ വേണ്ടെന്ന് ചോദിക്കാനാ വരുന്നത്. ഒന്നുമില്ലേ? അയ്യോ, ദോശയില്ല, ഓംലെറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്തടുത്തേക്ക് പോയി നോക്കാം. എല്ലാം തീർന്നു പോയി. വിശന്നിരിക്കുമ്പോ മനുഷ്യനൊന്നും തിന്നാൻ കിട്ടാത്ത വന്നപ്പോ വിശക്കാൻ തുടങ്ങിയാ. പിന്നെ ഞാൻ പറഞ്ഞല്ലേ കഴിച്ചോന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നിയില്ല കഴിക്കാനായിട്ട്. തന്നെ പോണ്ടേ, പട്ടിണി ഇരിക്കുവാണല്ലോ എന്നും കൂടെ ഓർത്തപ്പോഴത്തേക്ക്. ഉച്ചക്ക് ഞാൻ കഴിക്കാത്ത കാര്യം ഞാൻ ഇപ്പഴല്ല അറിഞ്ഞേ. അയ്യോ, ഭയങ്കര വയറുവേദന. അപ്പൊ ശരി, ഞങ്ങൾ അടുത്തിടെ നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ തൊടുപുഴയിൽ ഇന്ന് ഒരു അങ്കിളുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട് കേട്ടോ. കറണ്ട് ഇല്ല, ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇച്ചാൻ അവിടെ പുറത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ കയറിയിട്ട് വൈൻഡപ്പ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കുളിച്ചൊന്നുമില്ല, കുളിക്കുകയൊക്കെ വേണം. ഇപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ ഫുഡ് അന്വേഷിച്ച് നടന്നു. അത് വേറെ കാര്യം. ഫുഡ് അന്വേഷിച്ച് നടന്ന കുറേ കടയിൽ കൂടെ കയറിയിട്ടൊന്നും ഫുഡില്ല, എല്ലാം തീർന്നു പോയായിരുന്നു. ലാസ്റ്റ് ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ്, നമുക്കിഷ്ടപ്പെട്ടൊന്നുമില്ല, മന്തിയായിരുന്നു. എനിക്കിഷ്ടമൊന്നുമില്ല, എന്നാലും വിശക്കുന്നതുകൊണ്ട് കഴിച്ചു. അങ്ങനെ തപ്പി നടന്നുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ സമയം 12:30 ആയി. പിന്നെ കുറച്ച് നേരം അവരോട് വർത്താനമൊക്കെ പറഞ്ഞു വന്നപ്പോൾ തന്നെ സമയം 1 മണിയായി. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. ഇനി കുളിക്കുകയൊക്കെ വേണം, കിടന്നുറങ്ങണം, നാളെ രാവിലെ എണീക്കാനുണ്ട്. അതിനിടയ്ക്ക് കോഴിക്കോട് നിന്ന് എൻ്റെ ഫോണ്, ഇതിപ്പോൾ ഇച്ചാൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫോണ് ചാർജില്ലാതെ സ്വിച്ച് ഓഫ് ആയിപ്പോയായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ ഇങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. 1% ചാർജിൽ ഞാൻ പിന്നെ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഫോണ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ അങ്കമാലി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഫോണ് റീചാർജിന് അവിടെ KSRTC ബസ് സ്റ്റാൻഡിൽ കുത്തിയിടുന്നത്. ആ ചാർജ് കൊണ്ടാണ് പിന്നെ ഞാൻ ഇച്ചാനെ വിളിച്ച് ഞാൻ ഇവിടെ എത്തിയെന്നൊക്കെ പറയുന്നത്. പിന്നെ എന്താ പറയുക, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താമസിച്ച് പോയതുകൊണ്ട് കോഴിക്കോട് എത്തിയപ്പോഴേക്ക് താമസിച്ചു. പക്ഷെ എന്നാലും ബസ് കിട്ടുമെന്ന് എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ ഒരിടത്ത് നിർത്തി, വേറൊരു കോഴിക്കോട് എത്തിയപ്പോൾ കറക്റ്റ് സിറ്റിയിലെത്തിയപ്പോൾ വീണ്ടും ഒരു 1/2 മണിക്കൂർ, അങ്ങനെ 1 മണിക്കൂർ എനിക്ക് ബ്ലോക്കിൽ പെട്ടുപോയത് കൊണ്ട് 3:15 ബസ് 25 ആയപ്പോൾ ഞാൻ കോഴിക്കോട് KSRTC സ്റ്റാൻഡിലെത്തി. പക്ഷേ ബസ്സുകാർ 5 മിനിറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ പോയി. എനിക്കതുകൊണ്ട് ബസ് കിട്ടിയില്ല. ഞാൻ എന്നെ ചെയ്യുന്നു ഇങ്ങനെ വിചാരിച്ചു. 9:30 ആകുമ്പോൾ ഞാൻ തൊടുപുഴ എത്തുമെന്ന് ചാനോട് പറയുകയും ചെയ്തതാണ്. എന്നെ ചെയ്യുന്നു ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ എറണാകുളം ബസ് കണ്ടു. ഏതെങ്കിലും ബസ് ആവട്ടെ എന്ന് വിചാരിച്ച് അതിന് കയറി അങ്കമാലിക്ക് ടിക്കറ്റ് എടുത്ത് അങ്കമാലി ഇറങ്ങി, അവിടുന്ന് തൊടുപുഴയ്ക്ക് ടിക്കറ്റ് എടുത്ത് തൊടുപുഴ വന്നിറങ്ങിയത്. അത്രയും കയറി ഇറങ്ങിയത് കൊണ്ടും പിന്നെ ഡയറക്റ്റ് ബസ് അല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് താമസം വന്നു. കാരണം ഫസ്റ്റത്തെ ബസ് തന്നെ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തി. രണ്ടാമത്തെ അങ്കമാലിയിൽ നിന്ന് കയറിയ ബസ് എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയ്ക്കുള്ള ബസ്സായിരുന്നു.
അതും ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ 10 മിനിറ്റ് അതും പോയി. അതിനിടയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ മൊത്തം കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിന് വരുന്നവർക്ക് അറിയായിരിക്കും, ഫുള്ള് റോഡ് വഴിപണിയാണ്. അതുകൊണ്ട് വരുന്ന വഴിക്കൊക്കെ ബ്ലോക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും കുറേ സമയം പോയിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. വീട്ടിൽ നിന്ന് 12:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. അപ്പം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എന്തൊക്കെയോ ചെയ്ത് സമയം പോയി. ഇപ്പം ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ കോഴിക്കോട് എവിടെയെങ്കിലും ഇറങ്ങിക്കഴിയുമ്പോൾ ഫുഡ് കഴിച്ചോളാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ബസ് പോയത് കൊണ്ട് പിന്നെ ഫുൾ അങ്ങോട്ടൊരു എന്താ പറയുക, ബുക്ക് ചെയ്ത ബസ്സല്ലായിരുന്നോ, ഫുൾ അങ്ങോട്ട് എന്തോ അതുപോലെ ആയിപ്പോയി. ഫുഡൊന്നും കഴിക്കാനും ഒരു വെള്ളം കുടിക്കാൻ പോലും തോന്നിയില്ല. കാരണം ഇറങ്ങി കയറുന്നതുകൊണ്ട് നമുക്കൊരു ടെൻഷനാണ്. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ഇറങ്ങി ഡയറക്റ്റ് പോയിട്ടേ ഉള്ളൂ, ഇറങ്ങി കയറിയിട്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ടെൻഷനായിപ്പോയി. അതിനിടയ്ക്ക് ഫോണും ഇല്ലാതെ അറിയില്ലേ, പിന്നെ ഗൂഗിൾ മാപ്പ് വയ്ക്കുമോ വഴി എങ്ങനെയൊക്കെ എന്തേലൊക്കെ ഞാൻ ഫോണിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ പോന്നാണ്. പക്ഷെ ഒന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇനി അങ്കമാലി ഇറങ്ങിക്കഴിഞ്ഞാൽ തൊടുപുഴയ്ക്ക് ബസ് കിട്ടുമോ, അങ്കമാലി ബസ് സ്റ്റാൻഡിൽ രാത്രി ചെന്ന് കഴിഞ്ഞാൽ ആളുണ്ടാവുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ ടെൻഷൻ. എങ്ങനെയായാലും സേഫായിട്ട് ഇവിടെ എത്തി. ഇനി നാളെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പം ഇനി നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.